ജാഫറിന് ഒരു ആവശ്യം വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ജാഫറിനെ എല്ലാവരും കൂടി തള്ളി ജാഫറിനെ ഒതുക്കി മാറ്റിയിട്ടേക്കായിരുന്നു. അപ്പോൾ കലാഭമണിയുടെ എന്തോ വിഷയം വന്നപ്പോൾ എനിക്കറിയാം മണിയുടെ അടുത്ത് ഞങ്ങളുടെയൊക്കെ സൗഹൃദങ്ങൾ ജാഫർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. കലാഭമണിയും നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ അറിയാം. കാരണം മണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ പക്ഷെ എന്തൊക്കെ ആരോപണത്തിൽ ജാഫറിനെ സിനിമയിൽ നിന്നല്ല ജാഫറിന് ഒരു ആ സമയത്ത് ഞാൻ പറഞ്ഞ ജാഫറിൻ്റെ അടുത്ത് ഞാൻ ഷോയ്ക്ക് പോകുന്നുണ്ട് നീ വരണ്ടെന്ന് വെച്ചു. അപ്പൊ സ്പോൺസർ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇവന് വെറുതെ കുറച്ച് പൈസ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ മേടിക്കില്ല, അഭിമാനിയാണ്. ഞാൻ പറഞ്ഞു എടാ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്ത് എന്തിടുന്ന അതിന്റെ അഡ്വാൻസ് വാങ്ങിച്ചോളാം. അങ്ങനെ കുറച്ച് കാശ് കൊണ്ടേ കൊടുത്തു. അങ്ങനെയൊക്കെ പിന്നെ എന്റെ കട്ടപ്പന ഇതിപ്പോ വിളിച്ചപ്പോൾ നമ്മുടെ കൂടെയുള്ള ആരും പറഞ്ഞില്ല, നോ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ജാഫറിന് ഒരു വേഷം കൊടുക്കണം, എന്തൊക്കെയാണെങ്കിലും ജാഫറിന്റെ ഒരു ചെറിയ വേഷമാണെങ്കിലും പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമില്ല, കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞത്. അത് പക്ഷെ അതൊരു സുഹൃത്തുക്കളെ പോലെ ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യും നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്നവരാണ് ദൈവതുല്യം എന്ന് നമുക്ക് തോന്നും. അതൊരു ആവശ്യം കണ്ടറിഞ്ഞ് പെരുമാറുക എന്ന് പറയുന്നതാണ്.